ഹലോ അസ്സലാമലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എല്ലാവരും സുഖമായിട്ടിരിക്കല്ലേ? അങ്ങനെ ഇതാ നമ്മുടെ നോമ്പൊക്കെ ഇതാ ഇങ്ങോട്ട് എത്താനായില്ലേ. അപ്പോൾ നാളെയാണ് നമ്മൾ നോമ്പ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോണത്. എല്ലാവരും നനച്ചുള്ളി പണിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ എന്താ പറയുക നോമ്പിന് വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുമായിരിക്കും അല്ലേ. അപ്പോൾ നമ്മൾ നനച്ചുള്ളി പണിയും ഏകദേശമൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. മൊത്തത്തിൽ വീടെല്ലാം ക്ലീൻ ആക്കിയതൊന്നും പറയാൻ പറ്റൂല. കാരണം നമ്മളെ വീട് ഒരു സൈഡിൽ നിന്ന് ക്ലീൻ ആക്കി വരുമ്പോഴത്തേക്കും അപ്പുറത്തെ സൈഡ് ആദ്യം ക്ലീൻ ആക്കിയ സൈഡൊക്കെ പിന്നെയും ആക്കിയിട്ടുണ്ടാവും കേട്ടോ. പൊടിയും കാര്യങ്ങളൊക്കെ ഒന്നാമത് ഇപ്പോൾ നല്ല കാറ്റും പൊടിയും പിന്നെ നമ്മളെ വീടിൻ്റെ ഫ്രണ്ടിൽ വീട് പണിയൊക്കെ നടക്കുന്നതുകൊണ്ട് തന്നെ വണ്ടി വരവും നല്ല പൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ നമ്മൾ തുടച്ചിട്ട് ജനലൊക്കെ തുടച്ചിട്ട് ഒരു 3-4 ദിവസം ആകുമ്പോഴത്തേക്കും പിന്നെ കമ്പിയിൽ തൊടുമ്പോൾ നന്നായിട്ട് പൊടിയൊക്കെ ഉണ്ടാവും. അങ്ങനെ ഫുള്ളായിട്ട് കവർ ചെയ്തിട്ടൊന്നുമില്ല, എന്നാലും പിന്നെ കൊണ്ട് മാക്സിമം പറ്റുന്ന രീതിയിലൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ കുറേ ദിവസം മുന്നേ നമ്മുടെ സിറ്റ് ഔട്ടിൻ്റെ ചുമരൊക്കെ ഒന്ന് ക്ലീൻ ആക്കണ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നില്ലേ. അന്ന് വിട്ടുപോയിട്ടുള്ള ഒരു സ്ഥലമാണ് കേട്ടോ ഇത്. നമ്മൾ ഈ സിറ്റ് ഔട്ടിൽ ഇരിക്കുന്നതിൻ്റെ അടിയത്തെ ഭാഗം ഉണ്ടല്ലോ, നമ്മൾ കാലൊക്കെ ഇങ്ങനെ തട്ടിയിട്ട് നല്ലോണം ചെളി ഉണ്ടായിരുന്നു അവിടെ പേനയും കൊണ്ടുള്ള വരച്ചിലൊന്നുമില്ല കേട്ടോ. പക്ഷേ കാലൊക്കെ ഇങ്ങനെ തട്ടിയിട്ടുള്ള ആ ഒരു ചെളി ഉണ്ടായിരുന്നുള്ളൂ. പെട്ടെന്ന് തന്നെ പോകുന്നുണ്ടായിരുന്നു കേട്ടോ. പോയപ്പോൾ ശരിക്കും പറഞ്ഞാൽ നല്ല വൃത്തിയുണ്ട് കേട്ടോ കാണുമ്പോൾ. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് കയറി വരുമ്പോൾ തന്നെ ഇങ്ങനെ കാണുന്നുണ്ടായിരുന്നു. പിന്നെ ആ ഒരു ജനലിൻ്റെ അടിയിലും കൂടി അന്ന് ക്ലീൻ ആക്കാൻ വേണ്ടിയിട്ട് വിട്ടുപോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ ഒരു ഗ്യാപ്പിലും അതുപോലെ തന്നെ നമ്മുടെ സിറ്റ് ഔട്ടിൻ്റെ ആ ഒരു അടിഭാഗത്തും കൂടി ഒന്ന് കഴുകി സിറ്റ് ഔട്ട് ഒന്ന് മൊത്തത്തിലൊന്ന് വെള്ളം ഒഴിച്ച് കഴുകി വിടാമെന്ന് വിചാരിച്ച്. അപ്പോൾ അന്ന് വെള്ളം ഒഴിച്ച് കഴുകാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പം അന്നപ്പോഴത്തേക്ക് പിന്നെ നേരം വഴുകി പിന്നെ എല്ലാവരും സിറ്റ് ഔട്ടിലേക്ക് ഇരിക്കുന്നുണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ ഇടയിൽ നമുക്ക് കഴുകാനൊന്നും പറ്റില്ല കേട്ടോ. അപ്പോൾ ഇന്ന് എന്തായാലും സിറ്റ് ഔട്ട് മൊത്തത്തിലൊന്ന് കഴുകുകയും ചെയ്യാമെന്ന് വിചാരിച്ച്. അപ്പോൾ നമ്മൾ ഈ ഒരു സിറ്റ് ഔട്ടിൻ്റെ ജനലും കാര്യങ്ങളൊക്കെ ഒന്ന് കഴുകി എടുക്കാനുണ്ട് കേട്ടോ. അങ്ങനെ ആ ഒരു കാര്യങ്ങളൊക്കെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് വന്നിട്ട് നമ്മൾ വെള്ളിയാഴ്ച എടുത്തിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ. വെള്ളിയാഴ്ചത്തെയും ശനിയാഴ്ചത്തെയും കൂടി വീഡിയോസാണ് ഈ ഒരു ഇതിലുള്ളത് കേട്ടോ. അപ്പോൾ നമ്മുടെ നോമ്പ് തുടങ്ങുന്നത് ഞായറാഴ്ചയാണ് നോമ്പ് തുടങ്ങാൻ വേണ്ടി പോണത്. അപ്പോൾ എന്തായാലും എല്ലാവരും നനച്ചുള്ളി പണിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു എന്ന് വിശ്വസിക്കുന്നു. പിന്നെ എന്താ പറയുക, നമ്മുടെ ചാനൽ ആരെങ്കിലും പുതിയതായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഇതേപോലത്തെ വ്ളോഗ്സും കാര്യങ്ങളൊക്കെ കാണാൻ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ എന്തെങ്കിലും ഒരു ഇമോജി കമൻറ്റും കൂടി ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതാ ഏകദേശം അപ്പുറത്തെ സൈഡൊക്കെ ക്ലീൻ ആക്കിയിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ പോകുന്നുണ്ട് കേട്ടോ. ഈ ഒരു സ്പോഞ്ചിൽ ഇങ്ങനെ ഞാനിപ്പോൾ ഇത് പാത്രം കഴുകണ സോപ്പിൻ്റെ കുറച്ച് ചെറിയൊരു പീസാണ് എടുത്തിട്ടുള്ളത്. ഇല്ലാന്നുണ്ടെങ്കിൽ ഷാമ്പുവോ നമ്മുടെ അലക്കണ സോപ്പോ കുളിക്കണ സോപ്പോ എന്താണെങ്കിലും കുഴപ്പമില്ല, സോപ്പ് പൊടിയാണെങ്കിലും കുഴപ്പമില്ല. പെട്ടെന്ന് തന്നെ ചെളിയൊക്കെ പോയി കിട്ടും കേട്ടോ. ഇതേപോലെ ഒരു സ്പോഞ്ച് എടുത്താൽ മതി. അങ്ങനെ ഞാനിതാ സിറ്റൗട്ടും കാര്യങ്ങളൊക്കെ നന്നായിട്ട് കഴുകി എടുത്തിട്ടുണ്ട് കേട്ടോ. ജനലും കാര്യങ്ങളൊക്കെ ഒന്ന് കഴുകി എടുത്തിട്ടുണ്ട്. എന്നിട്ട് വെള്ളവും കാര്യങ്ങളൊക്കെ നന്നായിട്ട് വൈപ്പ് ചെയ്ത് കളഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പിന്നെയാണ് ഞാൻ വെച്ച് ഡൈനിങ് ടേബിളിൻ്റെ അടി 2 ദിവസം മുന്നേയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നല്ലോണം പൊടിയുണ്ട് അതൊന്ന് തുടക്കിയെന്ന്. കാരണം അതിൻ്റെ ടേബിളിൻ്റെ അടിയിലേക്ക് നമ്മൾ വല്ലാണ്ട് നോക്കൂലല്ലോ. അപ്പോൾ നോക്കിയപ്പോൾ അത്യാവശ്യം നന്നായിട്ട് പൊടി ഉണ്ടായിരുന്നു. പിന്നെ ചെയർ ആണെങ്കിൽ നമ്മൾ വാങ്ങിച്ചിട്ട് ഇതുവരെ പുറത്തിട്ടൊന്നും കഴുകിയിട്ടില്ല കേട്ടോ. ഒന്നാമത് നമ്മളെ ചെയറിൻ്റെ ഇടയിൽ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു ഗ്യാപ്പുകളുണ്ട്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഇടയിൽ ചോറിൻ്റെ വറ്റും കാര്യങ്ങളൊക്കെ ഇങ്ങനെ പോകുന്നുണ്ടായിരുന്നു. അതൊക്കെ ഒന്ന് കുത്തിക്കളഞ്ഞിട്ട് നന്നായിട്ട് മോട്ടറൊക്കെ അടിച്ചിട്ട് ടേബിളെല്ലാം പുറത്തിട്ടിട്ട് ടേബിളല്ല ചെയർ ടേബിൾ പിന്നെ ഗ്ലാസിൻ്റെ ആയതുകൊണ്ട് പിന്നെ അത് പുറത്തെടുക്കാനൊന്നും പറ്റില്ല, നല്ല ബുദ്ധിമുട്ടാണ്. അവന് ടേബിൾ എടുത്തിട്ടില്ല കേട്ടോ. ടേബിൾ നന്നായിട്ട് ഉള്ളിൽ തന്നെ തുടച്ച് പിന്നെ നമ്മുടെ മീൻകുളത്തിൻ്റെ അവിടെ ഫൈസി കുറേ വെള്ളമൊക്കെ കളഞ്ഞ് മീനൊക്കെ ആകതാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ഇതിൻ്റെ കൂടെ അതും കൂടി കഴുകാമെന്ന് വിചാരിച്ചിട്ട് മീൻകുളം കഴുകി അവിടുത്തെ ജനലും കഴുകി വീടിൻ്റെ എല്ലാ ജനലുകളും ഇതേപോലെ മോട്ടർ അടിച്ചിട്ടൊന്ന് കഴുകി എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. കഴുകി ഈ ഒരു സമയം എന്ന് പറയുമ്പോൾ ഒരു 4 മണിക്ക് സമയമാണ്. പക്ഷേ നല്ല വെയിലാണ് കേട്ടോ. കണ്ടില്ല ഈ ഒരു വെയിൽ ഇങ്ങനെ നമ്മളെ ജനലിൻ്റെ അവിടെയൊക്കെ തട്ടിയിട്ട് ഈ ഒരു 2 റൂമത്തെ ജനലിൻ്റെ സൈഡിലൊക്കെ നന്നായിട്ട് പോളിഷൊക്കെ ഇങ്ങനെ പോയിട്ടുണ്ട്. ജനലിലൊക്കെ ഇങ്ങനെ മഴയൊക്കെ കൊണ്ടാൽ ഉണ്ടാവുമല്ലോ ഒരു കറുത്ത കളർ, അതേപോലെ ആയിട്ടുണ്ട് കേട്ടോ. കാരണം അത്രയും വെയിലാണ് ഈ ഒരു ടൈമിലൊക്കെ. പിന്നെ ജസ്റ്റ് അടിയിൽ നിന്നൊക്കെ ഇങ്ങനെ മെല്ലെ സോപ്പിട്ടൊന്ന് ഇതാക്കിയിട്ട് പിന്നെ മൊത്തത്തിൽ ഇങ്ങനെ മോട്ടടിച്ചിട്ട് കളയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. ഇവിടെ ഒന്നും ഇങ്ങനെ വല്ലാണ്ട് ചെളിയൊന്നുമില്ല കേട്ടോ. അധികം അവരെ മക്കളെയൊക്കെ ചെറുതായിട്ട് ഇങ്ങനെ കയ്യിൻ്റെ പാട് അങ്ങനെയൊക്കെ ഉള്ളൂ. അല്ലാണ്ട് വലിയതായിട്ട് ഇങ്ങനെ പേനക്കുത്തും വല്ലാണ്ട് ചെളിയും കാര്യങ്ങളൊക്കെ ഉള്ളിലത്തെ പോലെ ഇങ്ങനെ പുറത്ത് കൂടെ ഒന്നും അധികമില്ല കേട്ടോ. ഉള്ളിൽ നമ്മളുടെ കൈ ഇങ്ങനെ വേർപ്പും ചെളിയൊക്കെ ഉള്ള അടുപ്പിൻ്റെ അവിടെ നിന്നൊക്കെ നിന്നിട്ടുള്ള കൈ നമ്മളറിയാതെ ഇങ്ങനെ ചുമരിൽ തട്ടിക്കഴിഞ്ഞാൽ നല്ലോണം ചെളിയാവുമല്ലോ. കുറേയൊക്കെ നമ്മളറിയാതെയൊക്കെ ഇങ്ങനെ ആവണ തന്നെയാണ്. പിന്നെ ഇതാ ചുമരിൽ ജനലിൽ കഴുകിയ സമയത്ത് ഇതാ നല്ലോണം ചെളിയും കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഊർന്ന് വരുന്നുണ്ടായിരുന്നു കേട്ടോ, നല്ല പൊടീൻ്റെ. അങ്ങനെ ജനലും കാര്യങ്ങളൊക്കെ ഇതാ ഏകദേശം കഴുകി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ എല്ലാ ജനലും കഴുകിയിട്ടുണ്ടായിരുന്നു. പിന്നെ എല്ലാം കൂടി ഒന്നും വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ. പിന്നെ കുറച്ച് ഭാഗം മാത്രമാണ് നമ്മൾ അന്നക്കുട്ടി വീഡിയോ എടുത്ത് തന്നിട്ടുണ്ടായിരുന്നു, അവളും കൂടി വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അതൊക്കെ കഴിഞ്ഞിതാ ഞാൻ ടേബിൾ തുടയ്ക്കാമെന്ന് വിചാരിച്ച് ടേബിളും പിന്നെ നമ്മുടെ സ്റ്റെയർ കേസിൻ്റെ സൈഡിലത്തെ ഗ്ലാസും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അതും ഒന്ന് തുടക്കാമെന്ന് വിചാരിച്ച് അതും സൈഡിൽ നമ്മളെ ജനലും
ആ ഒരു ഹോളത്തെ ജനലും തുടക്കാമെന്ന് വിചാരിച്ചില്ല. അത് ഒരു 3-4 ദിവസം മുന്നെയാണ് തുടച്ചത്. പക്ഷേ ഇപ്പോൾ ഞാൻ വെറുതെ തുടച്ച് നോക്കിയപ്പോൾ ഉണ്ട് നല്ല പൊടി ഇപ്പോഴും ഉണ്ടാകുമ്പോൾ. അപ്പോൾ അതും വെറുതെ ഒന്ന് ജസ്റ്റ് തുടച്ചു കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ ചെയറും കാര്യങ്ങളൊക്കെ വെള്ളവും കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ മണ്ണുള്ള ഭാഗം മാത്രം ഒന്നുകൂടി കഴുകിയിട്ട് തുടച്ചിട്ട് അതും ഉള്ളിലേക്ക് കയറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ എല്ലാ ചെയറും കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. നല്ല മരത്തിൻ്റെ ചെയറാണിത്, പക്ഷേ നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ. മരത്തിൻ്റെ ആയതുകൊണ്ട് തന്നെ നല്ല വെയിറ്റ് ഉണ്ട്. ഓരോന്നും ഇങ്ങനെ സിറ്റ് ഔട്ടിൽ നിന്ന് പുറത്തല്ലേ വെച്ചിരിക്കണം. അപ്പോൾ അതിങ്ങനെ ഓരോന്നായിട്ട് ഇങ്ങനെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അവിടെ നമ്മുടെ അന്നുക്കുട്ടിയും ഫാദുക്കുട്ടിയും പാട്ടൊക്കെ ഇങ്ങനെ പാടി ഒപ്പന കളിക്കുകയൊക്കെയാണ് കേട്ടോ, ഡാൻസും പാട്ടും. ഇതൊന്നും വീഡിയോയിൽ വെക്കരുത് എന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ ആൾ കളിക്കുന്നത്. വീഡിയോ ഓണാക്കി കഴിഞ്ഞാൽ രണ്ടുപേരും ഒരേപോലെയാണ് എന്തെങ്കിലുമൊക്കെ അങ്ങനെ കളിച്ചുകൊണ്ടിരിക്കും കേട്ടോ. പക്ഷെ അവർക്കറിയില്ല വീഡിയോയിൽ പോസ്റ്റ് ചെയ്യുന്ന കാര്യം അവർക്കറിയില്ല. അങ്ങനെ ആ ചെയറും കാര്യങ്ങളൊക്കെ അത് ഓരോന്ന് കൊണ്ടുവരാണ് കേട്ടോ. പിന്നെ പുറത്ത് ചെയറൊക്കെ ഇട്ട് കഴുകാൻ ഇക്കം കൂടി ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുപോലെ തന്നെ പൈസയും എല്ലാത്തിനും കൂടിയിട്ടുണ്ടായിരുന്നു. നമ്മൾ പണികളൊക്കെ ചെയ്യുന്ന സമയത്ത് നമ്മളെ മക്കളെയും കൂടി ഇൻക്ലൂഡ് ചെയ്യിക്കുന്നത് നല്ലതാണ് കേട്ടോ. അതായത് ചെറുപ്പത്തിൽ തന്നെ അവർക്ക് ആൺകുട്ടികൾ പെൺകുട്ടികൾക്ക് എന്നുള്ള വ്യത്യാസമൊന്നും ഇല്ലാതെ എല്ലാ പണിയും എല്ലാവരും ചെയ്യണം എന്നുള്ളൊരു ഇത് കൊടുക്കുന്നത് ഭയങ്കര നല്ലതാണ്. കാരണം എൻ്റെ ചെറുപ്പത്തിലൊന്നും എൻ്റെ കാക്കുമാരെ കൊണ്ട് എൻ്റെ അമ്മ ഒരു പാത്രം പോലും ഗ്ലാസ് പോലും കഴിപ്പിച്ചത് എനിക്ക് ഓർമ്മയില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ വലുതായി ഇപ്പോൾ ഒരു പാത്രം കഴുകുക ഗ്ലാസ് കഴുകുക എന്നൊക്കെ പറയുമ്പോൾ അവർക്ക് എന്തോ അത് വലിയൊരു കുറ്റമായിട്ടൊക്കെ തോന്നും. അപ്പോൾ അതുകൊണ്ട് ചെറുപ്പത്തിലേ നമ്മൾ ആൺകുട്ടികൾക്കാണെന്നുണ്ടെങ്കിലും പെൺകുട്ടികൾക്കാണെങ്കിലും ഒരേപോലെ പണികളൊക്കെ കൊടുക്കുക. നമ്മളൊക്കെ ചെയ്യുന്ന സമയത്ത് അവരെയും കൂടി ഇൻക്ലൂഡ് ചെയ്യിക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ. വലുതായി കഴിഞ്ഞാൽ അവർക്ക് അതൊരു വലിയൊരു പ്രശ്നമായിട്ടൊന്നും തോന്നില്ല. അങ്ങനെ അന്നത്തെ ദിവസം അത് ഏകദേശം കഴിഞ്ഞ് പിന്നെ ഇത് പിറ്റേ ദിവസമാണ് ശനിയാഴ്ചത്തെ കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. അപ്പോൾ രാവിലെ നമ്മൾ കിച്ചണിൻ്റെ ഈ ഒരു മേലെ കൂടി ക്ലീൻ ആക്കാനുണ്ടായിരുന്നു. അത് ഞാൻ ചെയ്യണില്ലാന്ന് വെച്ചതാണ്. കാരണം അവിടെ മേലെ കയറിയിട്ട് ഓരോ സാധനങ്ങൾ താഴത്തേക്ക് വെച്ചതാക്കാൻ എനിക്ക് ഭയങ്കര മടിയാണ്. പിന്നെ ഒക്കെപ്പാട് എനിക്ക് എത്തൂല്ല ഒറ്റയ്ക്ക് നമ്മൾ ചെയ്യുമ്പോൾ. അപ്പോൾ പിന്നെ ആഷിമു വന്നിട്ടുണ്ടായിരുന്നു. ഇക്കാൻ്റെ ഏട്ടൻ്റെ മകനാണ് കേട്ടോ. അപ്പോൾ അവനാണെങ്കിൽ പിന്നെ നല്ല ഹൈറ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ അവൻ വന്നിട്ട് അവൻ മേലെ കയറിയിട്ട് ഫസ്റ്റ് അവിടുത്തെ പാത്രങ്ങളും കാര്യങ്ങളൊക്കെ എടുത്ത് പുറത്ത് വെച്ച്. അപ്പോൾ അത് മക്കളും കൂടി ഹെൽപ്പ് ചെയ്തിട്ട് താഴത്തെ പുറത്ത് നമ്മളെ പൈപ്പിൻ്റെ അവിടേക്ക് വെച്ചു കേട്ടോ അലക്കുന്നത്. അപ്പോൾ അവിടെ വെച്ചു. പിന്നെ ആ ചൂലും കാര്യങ്ങളൊക്കെ കൊടുത്ത് അവൻ തന്നെ അവിടുന്ന് അടിച്ചു വാരി പിന്നെ ഒരു തുണിയൊക്കെ വെച്ചിട്ട് ഫസ്റ്റ് ഇങ്ങനെ ചൂലുകൊണ്ട് ഇങ്ങനെ മാറാലേക്ക് തട്ടി അടിച്ചു വാരി കേട്ടോ. അപ്പോൾ ആ ഒരു ഗ്യാപ്പിൽ ഞാൻ വേഗം പുറത്ത് വെച്ച ആ ഒരു പാത്രങ്ങളും ചെമ്പട്ടി ചെരുവം കാസ്ട്രോളും കാര്യങ്ങളൊക്കെ ഇതൊന്നും നമ്മൾ ഡെയിലി യൂസ് ചെയ്യാത്ത സാധനങ്ങളാണ് കേട്ടോ. പക്ഷെ നല്ല പൊടിയുണ്ട് കേട്ടോ. അങ്ങനെ അതെല്ലാം ഒന്ന് കഴുകി വെള്ളമൊക്കെ പോകാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വെയിലത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പെട്ടെന്ന് വെള്ളമൊക്കെ പോയി കഴിഞ്ഞ് തുടച്ചിട്ട് നമുക്ക് വെക്കാനാണ്. പിന്നെ ചെറിയ പാത്രങ്ങളൊക്കെ ഫൈസിക്കുട്ടി കഴുകി തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ ഫൈസിക്കുട്ടി മതിയിൽ പോയി കുട്ടികളുടെ കൂടെ കളിച്ചു പോകാനിട്ട് അവനെ വിട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇതാ നമ്മൾ മാറാലിയും കാര്യങ്ങളൊക്കെ ചൂലുകൊണ്ടൊക്കെ തട്ടി. പിന്നെ ഈ മേലത്തെ ഭാഗമൊക്കെ തട്ടാൻ നല്ല ബുദ്ധിമുട്ടാണ് കേട്ടോ. എന്നാലും അവൻ പറ്റുന്ന പോലെയൊക്കെ ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇതാ ഒരു നനഞ്ഞ തുണി വെച്ചിട്ട് ആദ്യം തുടച്ച് പിന്നെ ക്ലീൻ ആയിട്ടുള്ള വേറൊരു തുണി നല്ല വെള്ളത്തിൽ മുക്കിയിട്ട് അങ്ങനെ 2 വട്ടം തുടച്ചിട്ടാണ് നമ്മൾ പ്ലേറ്റും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നത്. അതിന് മുന്നായിട്ട് കുറച്ച് പേപ്പറും കൂടി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതിന് മുന്നേ പേപ്പർ വെച്ചിട്ടില്ല. പക്ഷെ അവൻ പറഞ്ഞു പേപ്പർ വെച്ചിട്ട് വെക്കുകയാണെന്നുണ്ടെങ്കിൽ പൊടിയൊക്കെ ആ പേപ്പറിലല്ലേ ആവുള്ളൂ, പിന്നെ നിലത്താവൂലല്ലോ. അങ്ങനെ പേപ്പറും കാര്യങ്ങളൊക്കെ വെച്ച് പാത്രങ്ങളൊക്കെ അതേപോലെ വെച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഏകദേശമൊക്കെ നമ്മളെ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി എന്തായാലും നമുക്ക് നോമ്പുമായിട്ടുള്ള വ്ലോഗും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇൻഷാല്ലാ കാണാം. അപ്പോൾ എന്തായാലും നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം ഇൻഷാല്ലാ. ടാറ്റാ.